നമസ്കാരം, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സ്റ്റസി എന്ന പദത്തിന് ആ സ്റ്റേറ്റ് ഓഫ് ഇൻറ്റൻസ് ഹാപ്പിനെസ് എന്നാണ് അർത്ഥം. പരമാനന്ദം, ഹർഷോന്മാദം, ഉന്മാദം, നിർവൃതി എന്നൊക്കെ ആ പദത്തിന് അർത്ഥം പറയാം. വിഷ്വൽ എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട് നിർവൃതി ഉണ്ടാകുന്നതിന്, ഹർഷോന്മാദം, ആനന്ദം ഉണ്ടാകുന്നതിന്. അതൊരു അഡിക്ഷനായിട്ട് ചിലപ്പോഴൊക്കെ മാറാറുണ്ട്. KG സെഷനിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിലാണ്. KG ക്ലാസ്സിലെ നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ ഷോർട്സ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ PUBG കളിക്കുന്നതിന് വേണ്ടി, ഫ്രീ ഫയർ കളിക്കുന്നതിന് വേണ്ടി, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒക്കെ ആണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. വളരെ മണിക്കൂറുകളാണ് മൊബൈൽ ഫോണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. പല പേരൻസ് വന്ന് ടീച്ചേഴ്സിനോട് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, കുട്ടികളിലെ ഈ അമിത മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന്. അതിന് വഴി ഇത്രയേ ഉള്ളൂ. ഒന്ന്, മൊബൈൽ ഫോണിൽ പാസ്വേഡ് ഉപയോഗിക്കുക. രണ്ട്, മൊബൈൽ ഫോണിൽ എല്ലായ്പ്പോഴും റീചാർജ് ചെയ്യാതിരിക്കുക. മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് പേരൻസ് ആണ്, റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് പേരൻസ് ആണ്, കംപ്ലൈൻറ്റ് പറയുന്നതും അവർ തന്നെയാണ്. കുട്ടികൾ അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെന്ന്. അപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക്, മൊബൈൽ ഫോൺ മാറ്റിവെക്കുക, മറ്റ് കായിക വിനോദങ്ങളിൽ അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക, വല്ലപ്പോഴും റീചാർജ് ചെയ്യാതിരിക്കുക. മൊബൈൽ ഫോണിൻ്റെ യൂസേജ് പേരൻസ് തന്നെ വീട്ടിൽ കുട്ടികളെ കൺട്രോൾ ചെയ്യണം. കുട്ടികൾ പേരൻസിനെ അനുസരിച്ചില്ലെങ്കിൽ ടീച്ചേഴ്സിനെ എങ്ങനെയാണ് അനുസരിക്കുന്നത്? പേരൻസിനെ അനുസരിക്കാത്ത കുട്ടികൾ ഒരിക്കലും ടീച്ചേഴ്സിനെയും അനുസരിക്കില്ല. അതുമാത്രമല്ല, പ്രാക്ടിക്കലി ഇത് പോസിബിളുമല്ല. ഒരു ടീച്ചേഴ്സിനും ഒരു കുട്ടിയുടെ വീട്ടിൽ പോയി ഒരു കുട്ടിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. വിഷ്വൽ എക്സ്റ്റസി, ഈ ഉന്മാദ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പേരൻസ് തന്നെ ശ്രമിക്കണം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ വിഷ്വൽ എക്സ്റ്റസിയുമായി ബന്ധപ്പെട്ട്, ഇൻറ്റൻസ് ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ അന്വേഷിച്ചു നോക്കി, തിരഞ്ഞു നോക്കി. മൊബൈൽ ഫോണുകൾ ഈ ഇടയ്ക്കാണ് എമേർജ്ഡ് ആകുന്നത്. അതിനു മുമ്പ് മൊബൈൽ ഫോൺ എമേർജ്ഡ് ആകുന്നതിന് മുൻപ്, LED TV എമേർജ്ഡ് ആകുന്നതിന് മുൻപ്, എല്ലാ വീടുകളിലും ഡിഷ് TV ഒക്കെ അവൈലബിൾ ആകുന്നതിന് മുൻപ്, DVD CD പ്ലെയർ ഒക്കെ വരുന്നതിനൊക്കെ മുൻപ്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും ഒന്നും TV ഒന്നുമില്ല. വല്ല റെയറായിട്ടുള്ള വീടുകളിൽ മാത്രമേ TV ഉള്ളൂ. എല്ലാ വീടുകളിലും സിനിമ കാണാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. വിവാഹമോ വിശേഷ ദിവസങ്ങളോ വരുന്ന സമയത്ത് വാടകയ്ക്ക് വീഡിയോ കാസറ്റ് പ്ലെയർ കിട്ടുമായിരുന്നു. സിനിമ കാണാൻ വേണ്ടിയിട്ട് കാസറ്റ് വാടകയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. കാസറ്റ് പ്ലെയറും വാടകയ്ക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു രാത്രിയിൽ ഏകദേശം ഒരു 3 സിനിമ വരെ ഒരുമിച്ച് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സിനിമ വരെ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വിഷ്വൽ എക്സ്റ്റസി.